ഓം ശ്രീനാരായണ പരമ ഗുരവേ നമ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ വളരെ പ്രസിദ്ധമായ, ഏവരും എപ്പോഴും എടുത്തുപയോഗിക്കുന്ന ഒന്നാണ് ഗുരുവിൻ്റെ മതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. ഗുരു പറയുന്നത് ആത്മോപദേശ ശതകത്തിൽ അത് 49-ാമത്തെ ശ്ലോകത്തിലാണ് ഗുരു സൂചിപ്പിക്കുന്നത്. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം, സകലവും ഇങ്ങു സദാപി ചെയ്തിരുന്നു, ജഗതിയിൽ ഇമ്മതമേകമെന്ന് ചിന്തിച്ച് അകമണയാതെ അകതാരമർത്തിരേണം. അപ്പോൾ ഇവിടെ അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം, എല്ലാവരും ആത്മസുഖത്തിന് വേണ്ടിയിട്ടാണ് പ്രയത്നിക്കുന്നത്. ആരും ദുഃഖത്തിന് വേണ്ടി പ്രയത്നിക്കുന്നില്ല എന്നുള്ളതാണ്. അത് സകലവും സദാപി ചെയ്തിടുന്നു. ഓരോ കർമ്മങ്ങളും, ഓരോ ചലനങ്ങളും അവനവൻ്റെ ആത്മസുഖത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഇത്രയും ഭംഗിയായി ഒരു മതത്തിനെ വിശകലനം ചെയ്യുമ്പോൾ, അതിന് കൃത്യമായൊരു ഡെഫിനിഷൻ ഗുരു കൊടുക്കുമ്പോൾ, അതെന്തുകൊണ്ടാണ് ഈ സാക്ഷരരായിട്ടുള്ള വ്യക്തികൾക്ക് സ്വീകാര്യമാകാത്തത്? ഒരുപക്ഷെ ഈ ഒരു ഒറ്റ ശ്ലോകം മതി ഈ ലോകത്ത് ഇന്ന് നടമാടുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരം. ലോകത്ത് ഓരോ മതങ്ങളെ, ഓരോ ദൈവങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്ന യുദ്ധങ്ങളാണ്. രാജ്യങ്ങൾ തമ്മിലുള്ളതായാലും മതങ്ങൾ തമ്മിലുള്ളതായാലും ഒക്കെ നടക്കുന്ന അങ്ങനെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ യുദ്ധം നടത്തുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഒരാൾ മദ്യപിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഒരാൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്? അതുപോലെ നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ഏതൊരു കർമ്മത്തിൻ്റെയും പുറകിലേക്ക് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഗുരു പറയുന്നത് അത് ആത്മസുഖത്തിനായി പ്രയത്നം, സകലവും ഇങ്ങു സദാപി ചെയ്തിരുന്നു, ജഗതിയിൽ ഇമ്മതം ഏകം. അപ്പം അങ്ങനെ ഒരു ആത്മസുഖത്തിന് വേണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ ആത്മസുഖം ലഭിക്കാൻ വേണ്ടി അവൻ ചെയ്യുന്ന കർമ്മങ്ങളുണ്ട്. ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അവൻ ആഗ്രഹിക്കുന്നത് സുഖമാണ്. ഏത് മോശപ്പെട്ട കർമ്മങ്ങളായാലും ശരി, ഏത് നല്ല കർമ്മങ്ങളായാലും ശരി. ഇപ്പോൾ പലരും എല്ലാവരെയും നല്ല ഉയർന്ന തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, ആളുകൾക്ക് മനസ്സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട്, സുഖം ലഭിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്. പക്ഷേ ആരും ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ സുഖത്തിലേക്ക് എത്തുന്നില്ല. എന്തുകൊണ്ട്? കൃത്യമായിട്ട് നമ്മൾ ആത്മവിശകലനം നടത്തേണ്ട ആവശ്യകതയുണ്ട്. ആ വിശകലനമാണ് അവനെ കൊണ്ടുപോയി ശ്രീനാരായണ ഗുരുദേവൻ പറയുന്ന ആ തലത്തിലെത്തിക്കുന്നത്. അവൻ്റെ ആത്മസുഖം അത് വേറെ ആർക്കും ഷെയർ ചെയ്യാൻ പറ്റിയ ഒന്നല്ല. ഒരാൾക്ക് സുഖം അല്ലെങ്കിൽ ശാന്തി, സമാധാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന വളരെ ചില ആളുകൾക്ക് മാത്രം അതിൻ്റെ ഒരു ചെറിയ അംശം മനസ്സിലാക്കാൻ സാധിച്ചേക്കാം. അല്ലാത്തവർക്ക് സാധ്യമല്ല. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് മനുഷ്യൻ വരുമ്പോൾ, ചിന്തിക്കുമ്പോൾ
അകമണയാതെ അകതാര് അമർത്തുവാൻ. അകമെന്ന് പറയുന്നത് പാപമാണ്. അകതാര് എന്ന് പറയുന്നത് ഹൃദയമാണ്, അല്ലെങ്കിൽ മനസ്സാണ്. അപ്പോൾ ഈ ഒരു തത്വത്തെ അല്ലെങ്കിൽ ഈ ഒരു വസ്തുതയെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അകം ഒരു കാരണവശാലും നമ്മിൽ അണയില്ല. കാരണം ആ പാപം നമ്മളിൽ ചേർന്ന് നിൽക്കില്ല. പക്ഷേ അറിവില്ലാത്തവർക്ക് ഈ ഒരു പാപം, അറിവെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ ഈ ജാഗ്രതത്തിൽ ഈ മനുഷ്യനും അല്ലെങ്കിൽ ഈ ജീവനും അല്ലെങ്കിൽ സോ കോൾഡ് ദൈവങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം. അപ്പോൾ ഇതിനെയൊക്കെ കൃത്യമായിട്ടുള്ള ഉൾക്കാഴ്ചയോടുകൂടി നമ്മൾ മനസ്സിലാക്കി പെരുമാറുമ്പോഴാണ് നമ്മൾക്ക് അകം നമുക്ക് പരിപൂർണമായിട്ട് ഇല്ലാതാക്കാനും അകതാര് അങ്ങനെ വരുമ്പോൾ ശുദ്ധമാക്കാനും സാധിക്കുന്നത്. അപ്പോൾ അകം കൂടുകയും വർദ്ധിക്കുകയും അകതാര് എന്ത് സംഭവിക്കുക, അത് ശുഷ്കമായി പോവുകയും ചെയ്യാം. ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നത് അകതാരിൻ്റെ ആ ഒരു നൈർമല്യമാണ്. തീർച്ചയായിട്ടും അത് മാറ്റി നമുക്കെടുക്കാൻ സാധിക്കണം. അതിനുവേണ്ടി എവരും പരിശ്രമിക്കുക. നമസ്കാരം.